ഇന്ന് സന്ധ്യയായപ്പോൾ അപ്പം എന്നോട് പറഞ്ഞ് നമുക്കൊന്ന് പാടം വരെ പോയേക്കാം. ഓക്കെ, ഒരു ഇരിക്കല്ലേ വിട്ടേക്കാന്ന് വിചാരിച്ച്. വണ്ടി ഉണ്ടല്ലോ, അങ്ങനെ നേരെ സ്കൂട്ടറോട് തൊട്ടപ്പിടിപ്പില്ല, നേരെ കോട്ടയം കല്ലറ ചെന്നപ്പോഴാണ് ഞങ്ങളെയും കാത്തൊരു പാലിരിക്കുന്നത്. പപ്പ ഈ പാലത്തിൻ്റെ കാര്യമായിട്ട് എന്നോട് പറഞ്ഞില്ല. ചെന്നപ്പോഴത്തേക്ക് പാലത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ചാമ്പിടിച്ച്. ആദ്യം പാലം കണ്ടപ്പോഴത്തേക്ക് ഒന്നും അതിനെ തോന്നിയില്ല. കൊക്കിന് വീഡിയോ എടുത്ത് നേരെ നോക്കിയപ്പോൾ പാലം അത്ര ഉള്ളൂ. സാധാരണ ഒരു പാലം കുമരൻ കാരണം എനിക്ക് എന്നാ പാലിരിക്കുന്നില്ലേ. നേരെ അങ്ങോട്ട് പാലത്തെടുക്കുമ്പോഴത്തേക്ക് പാലത്തിൻ്റെ അവസ്ഥ കണ്ട് എൻ്റെ കർത്താവ്, എൻ്റെ കിളി നോക്കത്തി പപ്പത്തി സൈഡിൽ കൊടുത്തി വലിയ കഴിയുമ്പോൾ എൻ്റെ ദൈവമേ എന്നെ ഒട്ട് പിടിക്കുന്നുമില്ല. എൻ്റെ കിളിവായ അവസ്ഥ. ഒറ്റക്കൈ പിടിച്ച് നോക്കി വീഡിയോ എടുത്താലോ എന്ന് ചിന്തിച്ച്. പക്ഷേ ഈ പലകയുടെ ഒക്കെ അവസ്ഥ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയില്ല അങ്ങനെ ചെയ്യാൻ. പപ്പ എന്നോട് പറയുകയും ചെയ്ത് അങ്ങനെ ചെയ്ത് വെള്ളത്തിൽ പോകണം. അതുകൊണ്ട് ഞാൻ ചെയ്ത് ഫോൺ ഓഫ് ചെയ്ത് രണ്ട് സൈഡിലും പിടിച്ച് കമ്പിയുടെ സൈഡിൽ ചവിട്ടിയാണ് പോയത്. ഒട്ടം ചവിട്ടി എൻ്റെ പൊന്നെ ഒരു ചപ്പറയുന്നു. അപ്പുറത്തെ സൈഡിൽ അതിലും മോശമാണ് പലകയെല്ലാം. ചവിട്ടി ചില പലകയ്ക്ക് പൊടിയോ നമുക്കെന്തിനാ ആശയത്ത് പണിക്ക്. എനിക്കാണ് നീന്തലും അറിയത്തില്ല. വീണ് വായിക്ക് അപ്പയെ ടാറ്റ കൊടുക്കത്തേ ഉള്ളൂ. ഞാൻ മൂങ്ങിച്ചാവും പപ്പയും മൂങ്ങിച്ചാവും വീണ. എനിക്ക് രണ്ടും അറിയുന്നതിൽ അറിയത്തില്ല. ഓക്കെ, അങ്ങനെ കരയുന്നു. അപ്പം പാടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഇതൊരു തെങ്ങുന്തോപ്പാണെന്നും ഈ തെങ്ങുന്തോപ്പിൽ വെള്ളം കൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ മോട്ടർ പറ്റിക്കണ്ടാവുന്നൊക്കെ. നമുക്ക് വിഷയമുള്ള കാര്യമില്ല. നമ്മുടെ മോട്ടർ എത്ര വെള്ളം വന്നാലും തൂക്കിയെടുത്ത് തോട്ടിക്കളയാൻ വേറെ കാര്യം. ഞാനപ്പോഴും നമ്മുടെ പാലത്തിൻ്റെ പേടിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം തിരിച്ച് പാടത്തുനിന്ന് തിരിച്ച് വന്ന് പോയ വഴിക്ക് വെച്ച് മാവ് കണ്ട് ആദ്യം തരം മാങ്ങ ഞാൻ പറിച്ചായിരുന്നു. ഇങ്ങനെ പച്ച മാങ്ങ തിന്നുകൊണ്ട് ഞാനിങ്ങനെ നേരെ പാലത്തിനടുത്തോട്ട് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. വേറെ മാർഗമില്ല, പാലം കടന്നേ പറ്റും. അങ്ങനെ പാലത്തിനടുത്ത് ഞാനെത്തി. പപ്പ ഉടനെ സാഹസികം നിറഞ്ഞപ്പോൾ യാത്രയാണ് അപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. അപ്പം ഇതുവഴി ഒന്ന് കയറിപ്പോക്കുള്ളൂ. അപ്പം ആയിരുന്നു ചാടി കയറി പറഞ്ഞു വീഡിയോ എടുക്കുക. ഇപ്പോൾ ഫോട്ടോ പറഞ്ഞെന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്ത് ഉദ്ദേശിക്കുന്നു കേട്ടോ. എന്നാലും പപ്പ റോക്കറ്റ് പോലെ കയറിപ്പോകുന്നുണ്ട്. ഇത്രയും സ്പീഡൊന്നും ഞാൻ കയറിയില്ല കേട്ടോ. എന്നാലും ഈ സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ വട്ടം പൈപ്പ്, സ്ക്വയർ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ധൈര്യമുണ്ട്. എന്നാലും നമുക്ക് സൈഡിലേ പിടിക്കാൻ പറ്റും. ഈ കമ്പികളുടെ സൈഡിൽ ഇപ്പോൾ പിടിക്കുമ്പോൾ തന്നെ കമ്പികളുടെ നാടുകയോ എൻ്റെ ഒരുപാട് തീർന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ കിളി പോയി. ഞാൻ കയറാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു ഫോൺ എടുക്കില്ലെന്ന് പറഞ്ഞ് അടുത്തിട്ട് ഫോൺ പോകുന്നത് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അടിക്കുന്നപ്പോഴത്തേക്ക് അവസ്ഥ കണ്ടിട്ട് എടുക്കാതിരിക്കാൻ തോന്നിയില്ല. എൻ്റെ പൊന്ന പഞ്ചായത്തുകളെ ഞങ്ങൾക്കൊന്നും പണിയാൻ പറ്റില്ല. ആകെ 4-5 അത്രക്കാരേ ഉള്ളെന്ന് പറഞ്ഞാൽ ഇതുവഴി ആരെങ്കിലും ഒന്ന് നടത്തി പോയാൽ മാറിച്ചിടത്തെന്ന് പറയും. ഞാൻ ചെയ്യാൻ പാടില്ല കേട്ടോ. മോശം കേട്ടോ, ദോഷം. എന്നാണ്ട് ഇവിടെ ആരും പട്ടിക്കുറുക്കം പോലും വരത്തില്ല. വേറെ കാര്യം ഈ നാട്ടുകാർ മാത്രമേ പോരത്തുള്ളൂ കേട്ടോ. പിള്ളേരൊന്നും ഇല്ല, ഒരു യാത്രയൊന്നുമില്ല. അങ്ങനെ ഇതിലേറ്റവും പ്രായം പറഞ്ഞ പിള്ളേർ ഞാൻ ഇപ്പോൾ കടന്നത്. അഖിലും മുതിർന്നവരൊക്കെ 40-50 വയസ്സുള്ള ടീമുകളൊക്കെ ഒരു പോകുന്നതെന്നാണ് അപ്പനോട് പറഞ്ഞത്. കൃഷിക്കായിട്ടൊക്കെ പോകുന്നു. പക്ഷേ ഇതൊരു വലിയൊരു സാധനങ്ങളൊക്കെ ഒരു കൊണ്ടുപോകുന്നുണ്ട്. ചാക്കൊക്കെ ലോഡ് കയറ്റുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം തോടുണ്ടല്ലോ. എന്നാലും സ്റ്റെപ്പ് ഇറങ്ങാൻ എനിക്ക് ഫോൺ വെച്ച് ധൈര്യം വന്നില്ല. അങ്ങനെ വഴി ഇറങ്ങി. അപ്പം തന്നെ എൻ്റെ കാറ്റ് പോയി. ഇറങ്ങിയപ്പോൾ തന്നെ ഈ സ്വർഗം കിട്ടിയ അവസ്ഥ വിട്ടേക്കാം ഇനി ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പപ്പയോട് വിളിച്ചുകൊണ്ടങ്ങ് പോയി കേട്ടോ. എന്നാണല്ലോ പപ്പയൊക്കെ സമ്മതിക്കണം. പാവം കുറേ കഷ്ടപ്പെട്ട് നടക്കുക. എന്നെ ചെയ്യാനാണ്. കുട്ടനാട്ടുകാരെ ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇതുപോലൊരു അവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ആ പാലത്തിൽ കയറുമോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യണേ.